ഏർലി ചൈൽഡ്ഹുഡ് ആദ്യ ബാല്യത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചൈൽഡ്ഹുഡിലെ കോമൺ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ പ്രീ സ്കൂൾ സ്റ്റേജ് എന്നും കൂടി പറയും. ഏകദേശം 3 മുതൽ 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് ഏർലി ചൈൽഡ്ഹുഡ് അഥവാ ആദ്യ ബാല്യഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ വ്യത്യസ്ത പേരുകളിട്ട് വിളിക്കുന്നുണ്ട്. അതിന് വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ആദ്യമായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ടോയ് ഏജ്. അത് കളിപ്പാട്ടങ്ങളുടെ കാലഘട്ടം. കാരണം ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ പൊതുവെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കളിപ്പാട്ടങ്ങളെ കൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിളിക്കുന്നത്. ഒരു എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഒരു കാഴ്ചപ്പാടാണെങ്കിൽ പ്രീ സ്കൂൾ ഏജ് എന്ന് പറയും. അത് സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഒരു കാലഘട്ടം. പാരൻസിൻ്റെ കാഴ്ചപ്പാടാണെങ്കിൽ പ്രോബ്ലം ഏജ് എന്ന് പറയും. അത് ഒരുപാട് പെരുമാറ്റ പ്രശ്നങ്ങളും കുരുത്തക്കേടൊക്കെ കാണിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നമ്മളെന്ത് പറയും, പ്രോബ്ലം ഏജ് എന്നുള്ളൊരു പേരിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ്റെ കാഴ്ചപ്പാടിൽ പ്രീ ഗ്യാങ് ഏജ്, എക്സ്പ്ലോറേറ്ററി അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് ഏജ്, അതല്ലെങ്കിൽ ഇമിറ്റേറ്റീവ് ഏജ് എന്നൊക്കെ നമ്മൾ പറയും. കാരണം പ്രീ ഗ്യാങ് ഏജ് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഈ കുട്ടികൾ കൂട്ടം കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ളൊരു സമയമാണിത് ഈ ഏർലി ചൈൽഡ്ഹുഡ്. ക്വസ്റ്റ്യനിങ് ഏജ് എന്ന് പറയാനുള്ള കാരണം ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു സമയം കൂടിയാണ്. കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുന്ന ഒരു പ്രായമാണ് ഏർലി ചൈൽഡ്ഹുഡ്. ഇമിറ്റേറ്റീവ് ഏജ് എന്ന് പറയാനുള്ള കാരണം കുട്ടികൾ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. പ്രധാനമായിട്ടുള്ള ഡെവലപ്മെൻ്റൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഈ ഒരു കാലഘട്ടത്തിലുള്ള ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോ ആയിരിക്കും, സ്റ്റഡി ആയിരിക്കും, അതേമാതിരി യൂണിഫോം ആയിരിക്കും. 3 ഇഞ്ചസ് വരെയാണ് ആനുവൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുക. വെയിറ്റ് ഏകദേശം 3 മുതൽ 5 പൗണ്ട്സ് വരെയാണ് കൂടുക ആവറേജ് ആയിട്ട്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് 3 തരത്തിലുള്ള ശരീരമാണ് കുട്ടികളിൽ കാണുന്നത്. ഒന്ന് എൻഡോമോർഫിക് അഥവാ ഫ്ലാപ്പി എന്ന് പറയും, കുറച്ച് തടിച്ച് ഉള്ള ശരീരമുള്ള ആൾക്കാർ, ലൂസായിട്ടുള്ള ശരീരം. അടുത്ത തന്നെ മീസോമോർഫിക് ആണ്, അത്യാവശ്യം മസ്കുലർ ആയിട്ടുള്ള, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയുള്ള ശരീരമുള്ള കുട്ടിയുണ്ടാവും. പിന്നെ ഒന്ന് വരുന്ന എക്ടോമോർഫിക്, അതായത് മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള കുട്ടികൾ. ഈ 3 തരത്തിലാണ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളുടെ ശരീരപ്രകൃതി പൊതുവെ കാണുന്നത്. ഏകദേശം ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഏർലി ചൈൽഡ്ഹുഡ് കഴിയുന്നതിൻ്റെ ലാസ്റ്റ് 6 മന്തൊക്കെ ആകുമ്പോഴേക്കും അവരെ ബേബി ടീത്ത് പോയിട്ട് പെർമനൻറ്റ് ടീത്ത് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു കുട്ടികൾ ഈ ഒരു സമയത്ത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ 90% നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതൊരു കഴിയുമ്പോഴേക്കും, ഏർലി ചൈൽഡ്ഹുഡ് കഴിയുമ്പോഴേക്കും. മോട്ടോർ സ്കിൽസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. റണ്ണിങ്ങും വാക്കിങ്ങും ജമ്പിങ്ങും ഹോപ്പിങ്ങും ക്ലിമ്പിങ്ങും ഒക്കെ അവർ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു സമയം കഴിയുമ്പോഴേക്കും ചെയ്യാൻ തുടങ്ങും. ടിപ്പിക്കൽ സ്കിൽസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒന്ന് ഹാൻഡ് സ്കില്ലാണ്. അതായത് ഹാൻഡ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിൽ വരുന്നതാണ് ഫീഡിങ്, ഡ്രസ്സിങ്, ബ്രഷിങ്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഒരു 2 മുതൽ 4 വയസ്സിനുള്ളിൽ അവരെന്ത് ചെയ്യും, കംപ്ലീറ്റ് സ്വന്തമായിട്ട് ചെയ്യാനുള്ള ഒരു ശേഷി ആർജിച്ചെടുക്കും. പിന്നെ 5 മുതൽ 6 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇവർ ബോള് നല്ലോണം പിടിക്കാനും അത് എറിയാനും ഈ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ കളിമണ്ണ് ഉപയോഗിച്ച് നിർമ്മിക്കാനും പിന്നെ അതേമാതിരി ചിത്രങ്ങൾക്കൊക്കെ നല്ല വൃത്തിക്ക് കളർ കൊടുക്കാനൊക്കെ അവർ പഠിക്കും. പിന്നെ ലെഗ് സ്കിൽസ് നോക്കുകയാണെങ്കിൽ സ്കിപ്പിങ്ങും ജമ്പിങ്ങും ഒക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് 5 മുതൽ 6 വയസ്സാകുമ്പോഴേക്കാണ്. സാമൂഹികപരമായിട്ടുള്ള വളർച്ച നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏർലി ചൈൽഡ്ഹുഡിന് കഴിയുമ്പോഴേക്കും അവരെ സെക്ഷൽ ഐഡൻറ്റിറ്റീസ് ഏതാണെന്നത് പഠിക്കും. മാത്രമല്ല അവരുടെ ബോഡിനെ കുറിച്ച്, മെയിൽ ബോഡിയാണോ ഫീമെയിൽ ബോഡിയാണോ, അതിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഒരു ബോധം ഉണ്ടായി വരുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ ആണെങ്കിൽ പുതിയതായിട്ടുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കും. അതേമാതിരി സെക്സ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കും. മറ്റുള്ളവരായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അത് കീപ്പ് ചെയ്യും. പിന്നെ അവരെ സമപ്രായക്കാരായിട്ടും അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്യാനും കാര്യങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യാനും സംസാരിക്കാനും അവരുടെ കൂടെ ഇടപഴകി നിലനിൽക്കാനും അവരുടെ കൂടെ തന്നെ കട്ടക്ക് നിലനിൽക്കാനുള്ളൊരു ശേഷി അവർ പഠിച്ചു വരും. ഈ ഒരു സോഷ്യലൈസേഷൻ്റെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ അവരെ കളികളിലൊക്കെ പ്രകടമായിരിക്കും. ആദ്യമൊക്കെ അവർ സോളിറ്ററി അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിൽ കളിച്ചിരുന്നത്, പിന്നെ അത് പാരലൽ പ്ലേ ആയിട്ട് മാറും, പിന്നെ അസോസിയേറ്റീവ് പ്ലേ ആയിരിക്കും, പിന്നെ കോപ്പറേറ്റീവ് പരസ്പരം സഹകരിച്ച് കളിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തും.
സാമൂഹികപരമായിട്ടുള്ള വികാസം നോക്കുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ അവരെ വീട് അല്ലെങ്കിൽ വീട്ടുകാർ എന്നുള്ളൊരു ബന്ധം മാത്രമായിരിക്കും ഉണ്ടാവുക ഇൻഫാൻസി സ്റ്റേജിൽ 2 വയസ്സ് വരെയൊക്കെ. അതിനുശേഷം ലോകം എന്നുള്ളത് വീടിനപ്പുറത്തേക്കുള്ള ഒരു ലോകമായിട്ട് മാറും. അവരുടെ സൗഹൃദവും കാര്യങ്ങളൊക്കെ അതേമാതിരി പുതിയതായിട്ടുള്ള കുറേ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും മറ്റുള്ള ആൾക്കാരെ കൂടെ സഹകരിക്കാനും സമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുക്കാനൊക്കെ അവർ പഠിക്കും. അതിൽ ഈ കളികളിലും മറ്റുള്ള കാര്യങ്ങളൊന്നും സെക്സസ് അതിൻ്റെ ഡിസ്ക്രിമിനേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും കൂടി ഒരേ രീതിയിൽ കളിക്കാനും പരസ്പരം സഹകരിക്കാനൊക്കെ കുട്ടികൾ പഠിക്കും. വൈകാരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അവരെ ഇമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻറ്റൻസ് ആയിരിക്കും അവർ കാണിക്കുന്നത്. അതേമാതിരി ടെമ്പർ ടാൻഡർ ആയിരിക്കും, പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഫിയർ, പെട്ടെന്നില്ലാതെ പൊട്ടിത്തെറി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഇമോഷൻസൊക്കെ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഉണ്ടാവും. വരുന്ന സമയത്തൊക്കെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല അവരുടെ ഇമോഷൻസൊക്കെ കോൺക്രീറ്റ് ഒബ്ജക്ട്സിനോട്, റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സിനോടൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. അതിനോടുള്ള ബന്ധം, അപ്പോൾ വീട്ടിലുള്ള പൂച്ചക്കുട്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ അതിനോടൊക്കെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. ഇവർക്കുണ്ടാകുന്ന ഇമോഷൻസ് പൊതുവെ താൽക്കാലികമായി കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവും. മാത്രമല്ല അത് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഈ കുട്ടികളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും വൈകാരികമായിട്ട് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് മറച്ചു വെക്കാൻ കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ അവരിൽ അത് പ്രകടമായിരിക്കും. ഒരു പക്ഷേ കരഞ്ഞുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നെയിൽ ബൈറ്റിങ് കാണിക്കും, അതല്ലെങ്കിൽ തംസക്റ്റിങ് ഉണ്ടാകും, അല്ലെങ്കിൽ സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാണിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സങ്കടപരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ അവർക്കത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണെങ്കിൽ പിയാഷേൻ്റെ സെക്കൻഡ് സ്റ്റേജ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ഒരു കാലഘട്ടത്തിലാണ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് എന്നും കൂടി നമ്മൾ ഈ ഒരു കാലഘട്ടം, അതായത് ഇൻഫാൻസി സ്റ്റേജിൽ സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ്. അതായത് സിംബോളിക്, പ്രതീകാത്മകമായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. അവരുടെ തോട്ട് പ്രോസസ്സ് പൊതുവെ ഈഗോസെൻട്രിക്സ് ആയിരിക്കും. പിന്നെ അതേമാതിരി അവരെ ഈവൻസും തിങ്സും തമ്മിലുള്ള ഫങ്ഷണൽ റിലേഷൻഷിപ്പൊക്കെ അതിൻ്റെ അടിസ്ഥാനമൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവൊക്കെ ഇവരിൽ ഡെവലപ്പ് ചെയ്തു. മറ്റു ചില കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ടൈം, കളറ്, ഷേപ്പ്, സൈസ് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു സ്കില്ലൊക്കെ അതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് മനസ്സിലാക്കാനുള്ളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തു. പിന്നെ ഓർമ്മശക്തി അതിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവും. അത് നല്ല രീതിയിൽ കൂടി വരും. പിന്നെ അതേമാതിരി ക്രിയേറ്റിവിറ്റിയും ഇമാജിനേഷനൊക്കെ വർദ്ധിച്ച് വരുന്നൊരു സമയമാണ്, കൂടി വരുന്നൊരു സമയമാണ്. പിന്നെ ഈ ഒരു കോൺക്രീറ്റ് മെറ്റീരിയൽസായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ റീസണിങ്ങും കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഗോളാകൃതി അല്ലെങ്കിൽ ചതുരം അതിനൊക്കെ കറക്റ്റ് മനസ്സിലാക്കാനുള്ളൊരു ശേഷി അവരിൽ ഡെവലപ്പ് ചെയ്ത് വരും. പിന്നെ അതേമാതിരി എൻവിറോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട താല്പര്യവും അതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ തുടങ്ങുന്നത് ഈ ഒരു സമയത്താണ്. ഭയങ്കര അതിൻ്റെ സ്പാൻ ഓഫ് അറ്റൻഷനും കാര്യങ്ങളൊക്കെ കൂടി വരും. ഭാഷാപരമായിട്ടുള്ള വികാസം നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറയും. ഓരോ കാലഘട്ടത്തിലെയും പ്രത്യേക എടുത്ത് നമ്മൾ പറയുന്നതായിരിക്കും. അങ്ങനെ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു 8 മുതൽ 10 മാസമൊക്കെ ആകുമ്പോഴേക്ക് ഇവരിലുണ്ടാകുന്ന പൊതുവെ കുട്ടികളുടെ ഭാഷയാണ് ബാബ്ലിംഗ് ആൻഡ് കൂയിങ്. ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആകുമ്പോഴേക്കാണ് ഫസ്റ്റ് വേർഡ് സംസാരിച്ചു തുടങ്ങുന്നത്. 3 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് പാസ്റ്റ് ടെൻസും പ്ലൂറലും പിന്നെ IVU അതിൻ്റെ ഡിഫറൻസ്, ഞാൻ, നീ എന്നൊക്കെ പറഞ്ഞ് എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ തുടങ്ങുന്നത്. പിറ്റേന്ന് ഒരു 4-5 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് 4-5 വാക്കുകളൊക്കെ ഉപയോഗിച്ച് വലിയ സെൻറ്റൻസും അതിൻ്റെ പ്രിപ്പോസിഷനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. ഒരു 5 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് ഓരോ വാക്കിൻ്റെ മീനിങ് കൊടുക്കാൻ കഴിയുന്നതും ഓപ്പോസിറ്റായിട്ടുള്ള വാക്ക് മനസ്സിലാവുന്നതും കൺജക്ഷനും പ്രിപ്പോസിഷനും ആർട്ടിക്കിൾസും ഒക്കെ ഉപയോഗിച്ച് സംസാരം വളരെ നല്ല രീതിയിലാക്കി കൊണ്ടുവരാനൊക്കെ കുട്ടികൾ പഠിക്കുന്നത്. 6-7 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണ് ഒരു മുതിർന്ന ആളെ പോലെ തന്നെ നല്ല രീതിയിൽ ഭാഷകൾ ഉപയോഗിക്കാനും ആംഗ്യങ്ങളൊക്കെ ഉപയോഗിക്കാനൊക്കെ കുട്ടികൾ പഠിച്ചു വരുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ലേറ്റർ ചൈൽഡ്ഹുഡാണ്. ഏകദേശം 6 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തെയാണ്. ഇതിന് വ്യത്യസ്ത പേരുകൾ ഇട്ട് വിളിക്കേണ്ടത്. ട്രബിൾസം ഏജ്, പാരൻറ്റിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ സ്ലോപ്പി ഏജ് എന്ന് പറയും. അതേമാതിരി ഗ്യാങ് ഏജ്. ഇതിനെക്കുറിച്ച് നമുക്ക്